ദൈവനാമത്തിന് മഹത്വമുണ്ടായിട്ട് എനിക്കൊരു നല്ല സാക്ഷ്യം ഇപ്പം ദൈവത്തോട് നന്ദി പറയുന്നു. ഞാൻ 7-8 വർഷങ്ങൾക്കും 5-6 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ മാനസികമായിട്ട് രോഗത്തിൽ ആയിരുന്നു. എനിക്ക് എൻ്റെ രോഗം എന്ന് പറയുമ്പോൾ മരണഭയമായിരുന്നു. എനിക്ക് പെട്ടെന്ന് രാത്രി കാലമൊക്കെ ആകുമ്പോൾ മരണഭയം എന്നെ ഉൾക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ സൈക്കാട്രിസ്റ്റിൻ്റെ ഡോക്ടറെ കണ്ടിരുന്നു. ജനറൽ ഹോസ്പിറ്റലിലെ ജയകുമാർ ഡോക്ടറെയാണ് കണ്ടിരുന്നത്. പക്ഷേ ആ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് നല്ല ബന്ധമുള്ളൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഡോക്ടർ വളരെയധികം ഭാരത്തോടെ എന്നോട് ചോദിച്ചു, മോക്ക് എങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചർച്ച ഹിന്ദു പരമായിരുന്നു. ദൈവത്തെ ഞാൻ ആശ്രയിച്ചിലായിരുന്നെങ്കിലും ദൈവത്തോട് ഞാൻ അടുപ്പമുണ്ടായിരുന്നു. ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും എന്ന ദൈവം ഒരുപാട് 3 മണിക്കൂർ എന്നെ മുട്ടുന്നതിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് കാലം നീട്ടുപോയി. പക്ഷേ ഞാൻ ഈ മരണഭയം എന്ന് രാത്രി എനിക്ക് ആരംഭിക്കുമോ അന്ന് ഞാൻ ഒട്ടും അവഹയില്ല. ആ രാത്രി മുഴുവനും ഞാൻ ആ ഹാള് മൊത്തം ഇരിക്കുമായിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആ സമയത്ത് പിറ്റേന്ന് രാവിലെ ഞാൻ എവിടെയെങ്കിലും ഒരു മരണം കേൾക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു, ദൈവം എന്താണ് എനിക്കിങ്ങനെ കൊണ്ടുവരുവാൻ? ഞാൻ അങ്ങനെ നല്ല വിധത്തിൽ വിഷമിച്ചു. 2 കുഞ്ഞു മക്കളായിരുന്നു, അവരന്ന് കൊച്ചായിരുന്നു. അപ്പോൾ വളരെയധികം ഞാൻ ഭാരപ്പെട്ടു. ഞാൻ എൻ്റെ മക്കളെ ഓർക്കുമായിരുന്നു. എനിക്ക് വരുന്ന രോഗം വരുമ്പോൾ ഞാൻ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നുമാറായിരുന്നു. അങ്ങനെ വളരെയധികം ഭാരപ്പെട്ടു. ഞാൻ ഡോക്ടർ ഇതിലായിരുന്നു. ഞാൻ ഒരു ദിവസം പോയി ഡോക്ടറെ കാണും. അന്ന് എന്നെ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് കുറവില്ലാതെ ആകുമ്പോൾ വീണ്ടും രാത്രി ഡോക്ടറെ വിളിക്കുമായിരുന്നു. ഡോക്ടർ എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്നെ എൻ്റെ പേര് പറയുമ്പോൾ തന്നെ ഡോക്ടർക്ക് അറിയായിരുന്നു. എന്നിട്ട് ചേട്ടനെ വിളിച്ചിട്ട് പറയുമായിരുന്നു, ഇന്ന മരുന്ന് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയും. ഞാൻ ഒത്തിരി എന്ന് വെച്ചാൽ ഒരു മാസം ആകുമ്പോൾ 10,000 രൂപയിലേക്ക് കടന്നു പോകുമായിരുന്നു മരുന്ന്. അങ്ങനെ ഞങ്ങൾ 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഗുളിക മാറി എനിക്ക് തന്നു. ഞാൻ അതിന് 3 ദിവസം അത്യാനുഭവത്തിൽ കിടക്കുകയും മരണത്തോട് മല്ലടിക്കുകയും ചെയ്തിരുന്നു. അതിലും ദൈവം എന്നെ വിടുവിച്ചു. ഡോക്ടറൊക്കെ ഭാരപ്പെട്ടു. 2 കുഞ്ഞു മക്കൾ എന്നെ കാണുമ്പോൾ ഡോക്ടറിന് ഭയങ്കര വിഷമായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെ നോക്കിയ ഡോക്ടർ എൻ്റെ അച്ഛൻ്റെ രോഗം അത്രയും കണ്ടുപിടിച്ച്, പക്ഷെ അവരുടെ മോൾക്ക് ഒരു അസുഖം വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊരു ഭാരം ആ ഡോക്ടർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ ദൈവം അതിൽ നിന്നും പിടിവിച്ചു. അടുത്തും എനിക്ക് വേറൊരു മരുന്ന് കഴിച്ച് ഞാൻ അതും മരണത്തിനോട് മല്ലടിച്ചു. 3 ദിവസം അത്യാവശ്യത്തിൽ കിടത്തിയിരുന്നു. പക്ഷെ എന്നെ വാർഡിലേക്ക് ഒരിക്കലും ഡോക്ടർ ആക്കിയിരുന്നില്ല. എന്നെ കുറയുന്നത് വീട്ടിൽ കൊണ്ടുപോകാൻ പറയുമായിരുന്നു. പിന്നീട് ഒരു ദിവസം എൻ്റെ അടുക്കളയിലകത്ത് മൊത്തവും വെള്ളം ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും വെള്ളം വേണമായിരുന്നു. അന്ന് മൊത്തവും ഞാൻ വെള്ളം വീട്ടിൻ്റെ പറമ്പിലെല്ലാം വീഴ്ത്തിയിട്ട് ഒരു ചെറിയ കുടത്തിൽ വെള്ളം മാത്രം ഉണ്ടായിരുന്നു. 8:30 ചേട്ടൻ എന്നോട് പറഞ്ഞു, എനിക്ക് ആഹാരം വിളമ്പി തരണമെന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞ് എനിക്കിന്ന് വയ്യ ചേട്ടാ. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കുമ്പോൾ ഞാൻ കിടന്ന് ഇരുന്നൊക്കെ ആഹാരം ഉണ്ടാക്കുന്നത്. ഞാൻ അത്ര ക്ഷീണിതയായിരുന്നു. എന്നെ എല്ലാവരും കാണുമ്പോൾ വളരെയധികം ദുഃഖത്തോട് ഭാരത്തോട് അവർ വിഷമിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് നേരെ ഇരുന്ന ആഹാരം മക്കൾക്ക് അവർ നല്ലവണ്ണം വിഷമിച്ചിരുന്നു. നമുക്ക് രാവിലെ 7:30 പോകണമായിരുന്നു. ഞാൻ വളരെയധികം ഭാരപ്പെട്ടിരുന്നു. എന്ന് വെച്ചാൽ നേരെ എനിക്ക് ആഹാരം വയ്ക്കാൻ പറ്റില്ലായിരുന്നു. ആ അവസ്ഥയിലൊക്കെ ആയിരുന്നു ഞാൻ. ആ രാത്രി 8:30 ആയപ്പോൾ ചേട്ടന് ചോറ് അടുക്കളയ്ക്ക് അയച്ചു. ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ അടുക്കളയുടെ വാതിൽ ഞാൻ അറിയാതെ കുറ്റിയിട്ടു. ഇടയിൽ ഒരു വാതിലുണ്ടായിരുന്നു, ഞാൻ അതും കുറ്റിയിട്ടു. ഞാൻ പെട്ടെന്ന് അടുത്ത് വെള്ളം ഉണ്ടോ എന്ന് വിചാരിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അത് മണ്ണെണ്ണയായിരുന്നു. എൻ്റെ ശരീരം മൊത്തവും മണ്ണെണ്ണ വീരുന്നു. ഞാൻ തീപ്പെട്ടിക്കൊള്ളിട്ട് കളഞ്ഞു. എൻ്റെ ശരീരം മൊത്തം വെന്തു. എന്നെ കണ്ടു നിന്നവർ അവിടെ അടി പോലെ വച്ചു നിന്നു. അതിൽ കൂടെ എല്ലാവരും കണ്ടു നിന്നവരെല്ലാവരും എൻ്റെ ചേട്ടനോട് പറഞ്ഞു, അവൻ മരിച്ചു. അതിന് നിങ്ങൾ വേറെ എന്തെങ്കിലും വഴിയൊക്കെ ചെയ്യേണ്ട വഴി നോക്കിയാൽ മതി, അവള് ഇനി ജീവിക്കില്ല എന്ന് വിധി എന്നെ എഴുതിയപ്പോഴും എൻ്റെ ദൈവം എൻ്റെ ചെറിയ ഉള്ളക്കൈയിൽ ഒരു ചെറിയ കുടം വെള്ളം എൻ്റെ കയ്യിലേക്ക് എടുത്ത് തരുമ്പോൾ എനിക്ക് തോന്നി. ആ വെള്ളം ഞാൻ എൻ്റെ തലയുടെ മുകളിൽ കൂടെ വീഴ്ത്തിയതും തീ എങ്ങനെ നിന്നെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ കഥകളെല്ലാം തുറക്കാൻ ഒത്തിരി ഭാരപ്പെട്ട അപ്പുറത്തുള്ള സഹോദരന്മാർ കഥകളൊക്കെ തുറന്നിവിടെ വരുമ്പോൾ തന്നെ തീ ഏകദേശം. എന്നിട്ട് ചേട്ടൻ പെട്ടെന്ന് ഈ തീ അണയുന്നത് കണ്ട് പെട്ടെന്ന് ഓടി വന്ന് വെള്ളം വീഴ്ത്തിയെങ്കിലും എൻ്റെ ശരീരത്തിൽ എന്താണ് പറ്റിയെന്ന് ഞാൻ അറിയില്ല. ഞാൻ അബോധാവസ്ഥയിലായിരുന്നു. എന്നെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് ഒരു പയ്യൻ ഡോക്ടറായിരുന്നു. ഡോക്ടർ ചോദിച്ചു എന്താണ് വിഷയം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ഒരു ഡോക്ടർമാരും പെട്ടെന്ന് അത് കേസ് ചെയ്യുള്ളൂ. പക്ഷേ ചേട്ടൻ പറഞ്ഞിരുന്നു, ജയകുമാർ സാറിൻ്റെ പേഷ്യൻ്റാണ്, ഡോക്ടറെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ എന്നോട് ചോദിച്ചു എന്താ മോക്ക് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല ഡോക്ടറെ, ഞാൻ ഇവിടെ കിടക്കുക. എന്നിട്ട് പോലും എൻ്റെ ശരീരത്തിന് വേദന, ഇത്രയും വെന്തിരുന്നിട്ട് പോലും എനിക്കൊരു വേദന ഞാൻ അനുഭവിച്ചില്ല.
സംഭവിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ എനിക്കൊന്നും തോന്നിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു, എനിക്കിവിടെ കിടക്കാൻ പറ്റില്ല ചേട്ടാ, എന്നെ വീട്ടിൽ കൊണ്ടുപോകണം എന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ആ വാർഡിൽ കടത്തിയേ വിടുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഞാൻ ഡോക്ടറോട് പറഞ്ഞു പറ്റില്ല, എനിക്ക് വീട്ടിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ മറ്റു ഡോക്ടർ വിളിച്ച് പറഞ്ഞ എന്തായാലും ആ പേഷ്യൻറ്റിനെ വാർഡിൽ കിടത്തണ്ട, വീട്ടിൽ വിട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. പിറ്റേന്നായി എൻ്റെ ശരീരം മൊത്തം ഞാൻ കണ്ടത്. ഞാൻ ഇന്നും ഇത്രയും നല്ലൊരു ശരീരമായി നിൽക്കുവാൻ എനിക്കിവിടെ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എൻ്റെ ശരീരം മൊത്തം വ്രണം പോലെ ഇരുന്നു, പൊള്ളി വീങ്ങിയിരുന്നു. പക്ഷേ എനിക്കൊരു വേദന ഉണ്ടായില്ല. അതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം. എനിക്ക് ഒട്ടും വേദനയ്ക്ക് ഒന്നും ചെയ്തില്ല. 4ാമത്തെ ദിവസമായപ്പോൾ ഡോക്ടർ സന്തോഷത്തോടെ വിളിച്ച് പറഞ്ഞ്, ഇനി ഡോക്ടർ ആശുപത്രിയിൽ വരാൻ മടിക്കല്ലേ, 4ാം ദിവസം ആശുപത്രിയിൽ വരണം, വന്നേ പറ്റുള്ളൂ, എവിടെയൊക്കെ വെന്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റൂല, ലേഡി ഡോക്ടറെ നോക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ സന്തോഷത്തോടെ വിളിച്ചു. പക്ഷെ ഞാൻ ഡോക്ടർ എന്തായാലും എനിക്ക് പോയേ പറ്റുള്ളൂ, അവരെന്നെ ഇത്രത്തോളം സന്തോഷത്തോടെ വിളിച്ച്. അപ്പോഴൊക്കെ ഞാൻ ഒത്തിരി പാസ്റ്റേഴ്സ്മാരെ കണ്ട് അവരോട് ഞാൻ ഈ വിഷയം പങ്കുവയ്ക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അവരെല്ലാവരും പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി നമ്പർ, കോട്ടയത്തുള്ള പാസ്റ്ററുടെ നമ്പർ വരെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നു. ഞാൻ അവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അതിൽ നിന്നും ആ ഭയം എനിക്ക് ഒട്ടും മാറിയിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെ വളരെ ഭാരത്തോടെ ഇരുന്ന് അതിൽ നിന്ന് ദൈവം എന്നെ വിടിവിച്ചു. പരിപൂർണ്ണ സൗഖ്യം തന്നു. എനിക്കൊരു വേദന പോലും ഇല്ലാതെ ഇപ്പൊ ഞാൻ ഒരു കടുക് പൊട്ടുമ്പോൾ ഞാൻ ചോദിക്കും, ദൈവമേ, അന്ന് എനിക്ക് ഇത്രയും വേദന എൻ്റെ ശരീരത്തിൽ നിന്നപ്പോൾ എനിക്ക് നീ ഒരു വേദന പോലും തന്നില്ലല്ലോ, ഇന്ന് എനിക്കൊരു കടുക് പൊട്ടി വീഴുമ്പോൾ ഇത്രയും വേദന തരുന്നെന്ന് ഞാൻ. പക്ഷേ എൻ്റെ പ്രാർത്ഥന, ഞാൻ എപ്പോഴും മുട്ടിന്മേലിരുന്ന് 3-4 മണിക്കൂർ നിന്ന് പ്രാർത്ഥിക്കുക. ഏത് സമയം ഞാൻ ദൈവത്തോട് അടുത്തായിരുന്നു. അതുകൊണ്ട് ദൈവം എന്നെ പലതിൽ നിന്നും എന്നെ വിടുവിച്ചു. അങ്ങനെ ഇരുന്ന് ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നു. ഞങ്ങൾ 2 വർഷം അങ്ങനെ ഇരുന്ന് എന്നിൽ നിന്നും വിടുതൽ കിട്ടിയപ്പോൾ എൻ്റെ ചേട്ടന് രോഗങ്ങളൊക്കെ വളരെയധികം കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ഒന്നേ ചേട്ടൻ്റെ വീട്ടിൽ, എൻ്റെ വീട്ടിലുള്ളവർക്ക് മാത്രം എൻ്റെ രോഗത്തെക്കുറിച്ച് ഇതുവരെ ആർക്കും അറിയില്ല. ചേട്ടൻ്റെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ അറിയാവുന്നുള്ളൂ. അവരാരും ഇന്ന് വരെ ഞാൻ ഇന്ന രോഗിയെന്ന് അവർക്ക് ആർക്കും അറിയില്ല. പക്ഷേ ചേട്ടൻ്റെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഇരുന്ന് ഞാൻ വളരെയധികം ഭാരപ്പെട്ട് ഞാൻ എന്നിട്ട് ഇപ്പോൾ ആരുടെ ആ രോഗം വെളിയിൽപ്പെടുത്താൻ പോയില്ല. പക്ഷെ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ അങ്ങനെ ഒത്തിരി ഭാരപ്പെട്ടു. ഞാൻ അങ്ങനെ 2 വർഷം ഞങ്ങളുടെ ചേട്ടൻ്റെ രോഗത്തിലായിരുന്നപ്പോൾ വേറെ സഭയിൽ പോയിട്ടിരുന്ന് 2 വർഷം ആ സഭയുമായിട്ട് നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുമായിരുന്നു. പക്ഷെ അവിടെ നിന്നും എനിക്ക് വലിയ ഈ വിഷമത്തിലൊന്നും എനിക്ക് ആ മരണഭയത്തിലൊന്നും പിടിപ്പിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഭാരപ്പെട്ട് ആ സഭയിൽ ഞങ്ങൾ പോകാതിരുന്ന 5-6 മാസം വീട്ടിലിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഏത് സഭയിൽ പോകണം എന്നുള്ളവർ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്കൊരു നല്ല കർത്തദാസനെ തരണമേ, ഞങ്ങളുടെ ഭാരങ്ങളും ദുഃഖങ്ങളും പങ്കുവയ്ക്കുവാൻ പറ്റുന്ന ഒരു കർത്തദാസനെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊരു കർത്തദാസൻ വന്നപ്പോൾ ഞങ്ങളുടെ പറഞ്ഞ്, ആന്റിക്കും മറ്റും പറ്റിയ ഒരു കർത്തദാസനുണ്ട്, ഞാൻ അവിടെ ആന്റിയെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു. സ്ഥലം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങളെ കൊണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ബ്രദറിനെ അന്ന് നമ്മൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഒത്തിരി സംസാരിച്ച് എൻ്റെ മോളെ കണ്ടപ്പോൾ തന്നെ ബ്രദർ പറഞ്ഞ് അവളൊരു ചീറ്റപ്പുലിയുടെ ഇതുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ശരിയായിരുന്നു, അവൾ ഭയങ്കര വാശിയൊക്കെ ഉണ്ടായിരുന്നു. മൂത്ത കുട്ടി അവൾ ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ ഇന്നത് ഇടുകയുള്ളൂ, ഇന്നത് വാങ്ങിക്കുള്ളൂ, സ്വർണ്ണ ഇന്നത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഇന്നത് തന്നെ. പക്ഷേ പാസ്റ്റർ മുഖാന്തരം ദൈവത്തെ അവൾ അറിയുകയും ഞങ്ങളുടെ കുടുംബം മൊത്തം ദൈവത്തെ അറിയാൻ ഇടയായി തീർന്നു. പക്ഷെ ഞങ്ങൾ ആദ്യം മീറ്റിങ്ങിനൊക്കെ പോയപ്പോൾ ഞാൻ ആ കർത്തദാസനോട് പറഞ്ഞേ, ഞങ്ങൾ CSA ചർച്ചിലേക്ക് പോവുകയാണ്, ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ എന്ന് പറയണം. ഉച്ചയ്ക്കാണ് പാസ്റ്റർ വീട്ടിൽ പ്രാർത്ഥന വെച്ചിരുന്നത്, ആരാധന വെച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 മണിക്ക് കൃത്യമായിട്ട് 2:15 ഞങ്ങൾ അവിടെ എത്തുമായിരുന്നു. പക്ഷേ അങ്ങനെ പോയി കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ആ മീറ്റിംഗ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കർത്താസനുമായിട്ട് ഇടപെടാൻ തുടങ്ങി. ഞങ്ങൾ എന്നിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ കർത്താസിന് ഒരു എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു സഭ തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം നല്ലൊരു സഭ കൊടുത്തു. ഞങ്ങൾക്ക് ദൂരെയാണെങ്കിലും, ഞങ്ങൾ പാപ്പനംകുടന്ന് ഇവിടെ വരുന്നതാണെങ്കിലും, ഞങ്ങൾക്ക് ദൂരമാണെങ്കിലും അതൊരു കുഴപ്പമില്ല. ദൈവം ഞങ്ങളെ ഇത്രയൊക്കെ നടത്തിയത് ഓർക്കുമ്പോൾ നമുക്ക് ഇനി ഈ പാസ്റ്റർ എവിടെയാണെങ്കിലും ശരി തന്നെ, എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഏത് പാസ്റ്റർ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ നമ്മൾ എപ്പോഴും ഒപ്പം മരണം വരെയും കൂടെ കാണുമെന്നാണ് പറയുന്നത്. പാസ്റ്റർ നമ്മളെ നല്ല വചനങ്ങൾ തരികയും അവരെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുകയും നമ്മൾ എന്ത് വിഷയം വന്നാലും ഞങ്ങൾ മറ്റുള്ള കർത്തദാസന്മാരെ എല്ലാം വിളിപ്പ് നിർത്തി. ഞങ്ങൾ കോട്ടയത്ത് ഒരു പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞ്, സിസ്റ്റർ ആന്റി നിങ്ങൾ വേറൊരു സഭയിൽ പോകണം, അങ്ങനെ ആ സഭയിൽ പോകാത്തതുകൊണ്ട് ആ പാസ്റ്റർ ഞങ്ങളോട് പിണങ്ങി. എന്നിട്ട് വിളിക്കും. പക്ഷെ ഞങ്ങളിപ്പോൾ ആരും അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷെ പാസ്റ്റർ മാത്രമാണ് ഞങ്ങളിപ്പോൾ വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പക്ഷേ ഒരു അത്ഭുതം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഞാൻ ഒത്തിരി ഒരു 10,000 രൂപയുടെ ഗുളികയുടെ അടിമയിലായിരുന്ന ഞാൻ ഒരു 5 വർഷത്തിന്റെ ഉള്ളിൽ
ഞാൻ ഇന്ന് വരെ സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ കാണാൻ പോയിട്ടില്ല. അതാണ് എൻ്റെ വളരെയധികം എന്നെ സന്തോഷിപ്പിച്ചത്. ഞാൻ ഈ ബ്രദറിൻ്റെ വീട്ടിൽ ആരാധന 3.5 വർഷം, ഞങ്ങൾ സഭയിൽ ഏകദേശം 1.5 വർഷം ആകുമ്പോൾ പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നിട്ട് എനിക്ക് ആ ഡോക്ടറെ കാണാൻ പോലും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് ഇപ്പൊ ജയന്തി എന്നെ കാണാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സുഖം കിട്ടി ഡോക്ടറെ, എനിക്ക് അതുകൊണ്ടാണ് വരാൻ പറ്റുന്നത്. എങ്ങനെയാ സുഖം കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ ഭയങ്കര സന്തോഷത്തിൽ ഞാൻ ഇരിക്കുക. എൻ്റെ ദൈവം എനിക്ക് സൗഖ്യം തന്നു എന്ന് പറഞ്ഞ് ഞാൻ, അവർ ഭയങ്കര ഹിന്ദു ആയിരുന്നു ആ ഡോക്ടർ. എന്നിട്ട് ഭയങ്കര എന്നെ അത്ഭുതത്തോടെ ഡോക്ടർ നോക്കിയതെന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥ ഏറ്റവും കൂടുതൽ അറിഞ്ഞത് ഡോക്ടറാണ്. പക്ഷേ എന്തോ എനിക്കിപ്പോൾ ആ ഡോക്ടറെ അടുത്ത് പോകാനോ വേറെ ഒരു രീതിയിലും എനിക്ക് പോവേണ്ടിയിട വന്നില്ല. പാസ്റ്റർ മുഖാന്തരം ഞാൻ പാസ്റ്ററുകളൊക്കെ വീട്ടിൽ കഴിഞ്ഞ മാസം പ്രാർത്ഥന വെച്ചു. അതിനുമുമ്പ് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ദൈവം എന്നോട് സംസാരിക്കുമായിരുന്നു, നിനക്കൊരു സാക്ഷ്യം മുമ്പിൽ വെക്കുകയാണ്, എപ്പോഴെങ്കിലും കർത്താസിനോട് പറയണം. അപ്പൊ ഞാൻ ബ്രദർ വന്നപ്പോൾ ഞാൻ ഡോക്ടർ തുണ്ടൊക്കെ കൊണ്ട് കാണിച്ചിട്ട് വളരെയധികം സന്തോഷത്തിൽ എൻ്റെ തലേ ദിവസം ചേട്ടനൊക്കെ എപ്പോഴും പറയുമായിരുന്നു, നിന്നെ ഈ ഇരുന്ന അവസ്ഥയല്ല പണ്ട് ഞങ്ങൾ കണ്ടിരുന്നത് എന്ന് പറഞ്ഞു, വളരെ ഭാരത്തോടെ എന്നെ കണ്ടിരുന്നെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേന്നാണ് പാസ്റ്റർ നമ്മളവിടെ വന്നത്. ആരാധനയ്ക്ക് വന്നപ്പോൾ ഞാൻ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ പാസ്റ്റർ പറയുകയും ചെയ്തു, നിങ്ങളുടെ രോഗസൗഖ്യം കിട്ടിയിട്ട് വെളിയിൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാൻ പറയുമായിരുന്നു, ഏതെങ്കിലും ഒരു സമയം പറയുമായിരുന്നു. അപ്പൊ ദൈവാത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് പറയണം, ഇതൊരു വലിയ സാക്ഷിയാണ്, നമ്മുടെ വീട്ടിൽ ഒത്തിരി സാക്ഷിയാണ്. അതേപോലെ എൻ്റെ ചേട്ടനൊരു പനി വന്നു, വയറൊക്കെ കയറി പെരുവി ചോന്ന് നല്ല രീതിയിലായി എന്ന് വെച്ചാൽ മരിക്കും എന്നുള്ള സ്റ്റേജെത്തി. കിംസിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ തന്നെ വളരെ അസ്വസ്ഥരായിരുന്നു. ചേട്ടൻ ഭയങ്കര ഒപ്പറായിരുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു പയ്യൻ 28 വയസ്സായി, ഡെങ്കിപ്പനിയായിരുന്നു, 18,000 പൗണ്ട് ഉണ്ടായിരുന്നു. ആ പയ്യൻ 3 ദിവസം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു, മരിച്ചുപോയി. അതേപോലെ ചേട്ടന് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ ബ്ലഡ് കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു, പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. പേഷ്യന്റിന് അപ്പോഴ് 10,000 കണ്ടെന്തോ 10,000 കണ്ടെന്തോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് ചേട്ടനെ പെട്ടെന്ന് ഐസിയിലാക്കുകയും ഞങ്ങൾ ഇവിടുന്ന് സഭയിൽ തന്നെ പാസ്റ്റർ ഒത്തിരി സഹോദരന്മാരെ അയക്കുകയും ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. എൻ്റെ അടുത്ത് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മകനും എൻ്റെ ചേട്ടൻ്റെ ഭാര്യ മാത്രം, ആണുങ്ങൾ വേറെ ആരുമില്ലായിരുന്നു. പക്ഷെ ബിജു ബ്രദർ, സജി ബ്രദർ, ആരും ബ്രദർ, അവരെയൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. അവരെല്ലാം ബ്രദർ പറഞ്ഞേച്ച് ബ്രദർ പാസ്റ്റർ അപ്പോഴെപ്പോഴാണ് ഞങ്ങളെ വിളിച്ച് ചോദിക്കുമായിരുന്നു. അവിടെ നിന്ന് 6:30 ആയത് ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. 4 ദിവസം വരെ ഐസിയിലായിരുന്നു. 2ാമത്തെ ദിവസം ഐസിയിലായിരുന്നപ്പോൾ വളരെയധികം സീരിയസ് ആയിരുന്നു. അപ്പോൾ ബ്രദർ വന്ന് പ്രാർത്ഥിച്ച് 2 ദിവസം ബ്രദർ പ്രാർത്ഥിച്ച് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചിരുന്നു. ബ്രദർ തിങ്കളാഴ്ച വന്നിരുന്നു. കണ്ടപ്പോൾ കണ്ടീഷൻ മോശമായിരുന്നു. അപ്പോഴാറായിരുന്നു. ഡോക്ടർ എന്നോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ എപ്പോഴും ഐസിയിലെ കയറുമ്പോൾ എന്നോട് പറയും, നല്ലവണ്ണം സംസാരിക്കുമെന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഡോക്ടർ എന്നെ കാണുമ്പോൾ കരയുമായിരുന്നു. ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. ഞാൻ എൻ്റെ മോളും ഐസിയുടെ അടുത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ദൈവവചനം, എനിക്ക് തന്ന ദൈവവചനം, എൻ്റെ ചേട്ടന് തന്ന ദൈവവചനങ്ങൾ നിങ്ങളുടെ മുറുകെ പിടിച്ച് എനിക്ക് തന്ന വചനം, നമുക്ക് ഈ വർഷം പുതുവർഷത്തിൽ തന്ന വചനങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമാക്കിയ വചനം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കുക, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഉറപ്പും ധൈര്യം ഉള്ളവരായിരിക്കുക എന്ന് പറഞ്ഞു. ആ വചനം ഞാൻ മുറുകെ പിടിച്ചു. പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ തന്നപ്പോൾ യൂറിൻ കംപ്ലീറ്റ് ബ്ലഡ് ആയിരുന്നു. ഞാൻ പേടിച്ചു പോയി. പക്ഷെ എന്നിട്ട് ദൈവം എനിക്ക് തന്ന സമാധാനം, മനുഷ്യനെക്കാളും തന്ന സമാധാനം, ദൈവം എനിക്കൊന്ന് സമാധാനം തന്നു. മകനൊന്നും സംഭവിക്കില്ലെന്നാലും എൻ്റെ സഹോദരങ്ങളെല്ലാം പ്രാർത്ഥിച്ച് 2 ദിവസം അന്ന് ഹർത്താലെന്തോ സഭ മൊത്തം ഇരുന്ന് പ്രാർത്ഥിച്ചു. പാസ്റ്റർ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി 6,000 എന്ന് പറഞ്ഞു നിന്ന്. ഞാൻ രാവിലെ ഐസിയിൽ കയറിയപ്പോഴും പറഞ്ഞു, അവിടെ നിന്ന് നേഴ്സ് പറഞ്ഞു, ആൻറ്റി 6,000 ഉള്ളൂ. ആൻറ്റിയൊക്കെ പ്രാർത്ഥിച്ചോ, ബ്ലഡ് എല്ലാം എടുത്തൊന്ന് അറേഞ്ച്മെന്റ് ചെയ്തു. ബ്ലഡ് എല്ലാം അറേഞ്ച്മെന്റ് ചെയ്തു. പക്ഷേ ഒരു 3 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു, ആൻറ്റി ബ്ലഡ് കൂടാൻ തുടങ്ങി ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെയധികം സന്തോഷത്തെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ബ്രദർ ഞങ്ങളെ ഒത്തിരി 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 ബ്രദറിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങൾ ഇന്ന് 2 പേരും ഇവിടെ നിൽക്കുന്നത്. എത്ര ദൈവത്തോട് നന്ദി പറഞ്ഞാലും തീരൂല. പക്ഷെ ഇതേപോലെ ഒരു ബ്രദറിനെ കിട്ടുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കാര്യം സംസാരിക്കുകയും പങ്കുവെക്കുകയും ഏത് രാത്രി വേണമെങ്കിലും വിളിക്കാം. ബ്രദർ പറയും, ഞങ്ങൾ എല്ലാ സമയവും എന്ത് വന്നാലും ബ്രദറിനെ വിളിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ബ്രദർ ഇങ്ങോട്ട് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. എപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. സൈക്യാട്രി ഡോക്ടർ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു, ജയന്തി ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരുന്നില്ലേ?
സൈക്കാട്രി ഡോക്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സൈക്കാട്രിസ്റ്റ്, മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർ. ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, ജയന്തി ഇപ്പൊ ഇങ്ങോട്ടൊന്ന് കാണാൻ ഹല്ലേലൂയ. ഡോക്ടറേക്കാൾ വലിയ ഒരാളെ കണ്ടുപോയത് കൊണ്ട് ഹല്ലേലൂയ. ഡോക്ടറേക്കാൾ വലിയ ഡോക്ടറെ കണ്ടുപോയത് കൊണ്ട് ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ശരിക്കും ഞാൻ ഇവരുടെ സീരിയസ്നെസ് മനസ്സിലാകുന്ന കഴിഞ്ഞ 2 ആഴ്ചക്ക് ഇവരുടെ വീട്ടിൽ പോയപ്പോ ഈ സഹോദരി സ്തോത്രം ഒരു ലിസ്റ്റ് എടുത്ത് എന്നെ കാണിച്ചു, ഒരു പേപ്പർ ലിസ്റ്റ്. ഞാൻ നോക്കിയപ്പോ സ്തോത്രം 10ാം ക്ലാസ്സിലെ പിള്ളേരുടെ സാമൂഹ്യ പാഠം എസ്സേ പോലെ ഒരു 5-6 പേപ്പർ, സാമൂഹ്യ പാഠത്തിന്റെ എസ്സേ പോലെ കുറെ പേപ്പർ, കംപ്ലീറ്റ് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷനും മരുന്നുകളുമാണ്. കുറെ. ഞാൻ ചോദിച്ചു, ഒരു മാസം എത്ര രൂപയ്ക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ചോദിച്ചു. എത്ര രൂപ കഴിച്ചുകൊണ്ടിരുന്നു? 17,000 രൂപ. അതിനുശേഷം എത്ര രൂപ കഴിച്ചുകൊണ്ടിരുന്നത് മാസം? 2,000 രൂപ. ആദ്യമൊക്കെ 17,000 രൂപയുടെ മരുന്ന് ഒരു ആകുമായിരുന്നു. പിന്നീട് 2,000 രൂപ വരെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. മാസം 2,000 രൂപയ്ക്ക് വരെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു കുറച്ചു കാലത്തിന് മുമ്പ് വരെ. ഹല്ലേലൂയ. ഇപ്പോ ഒരു മരുന്ന് കഴിക്കുന്നില്ല. ഹല്ലേലൂയ. സന്തോഷമുള്ളവ. പുള്ളി ഇതൊരു അത്ഭുതമാണ് കേട്ടോ. ഇതൊരു ഭയങ്കര അത്ഭുതമാണ്. ബ്ലഡ് കൗണ്ട് 6,000 വന്ന മനുഷ്യനാണ് നിൽക്കണേ. എത്ര വേണ്ടെന്ന ബ്ലഡ് കൗണ്ട് എത്ര? എനിക്കതിന്റെ കണക്കറിയില്ല. ബ്ലഡ് കൗണ്ട് എത്ര വേണ്ട ഇവിടെ? 1.5 ലക്ഷം. 1.5 ലക്ഷം അല്ലേ? 1.5 ലക്ഷം ബ്ലഡ് കൗണ്ട് വേണ്ട സ്ഥാനത്ത് ഡെങ്കിപ്പനി വന്ന സമയത്ത് 6,000 കൗണ്ടിലേക്ക് വന്ന മനുഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ നേരെ ഫ്രണ്ടില് ഒരാൾക്ക് ഡെങ്കിപ്പനി വന്നു. 18,000 ആയിരുന്നു ബ്ലഡ് കൗണ്ട്. അവിടെ വെച്ച് തന്നെ മരിച്ചു. 18,000 ബ്ലഡ് കൗണ്ട് വന്ന ചെറുപ്പക്കാരൻ, 31 വയസ്സുള്ള ചെറുപ്പം. വേറെ എത്ര വയസ്സായി? 47 വയസ്സ് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. 31 വയസ്സുള്ള ചെറുപ്പക്കാരൻ 18,000 ബ്ലഡ് കൗണ്ട് വന്ന സമയത്ത് മരിച്ചുപോയി. ഹല്ലേലൂയ. 47 വയസ്സുള്ള മധ്യവയസ്കൻ, ഹല്ലേലൂയ, 6,000 ബ്ലഡ് കൗണ്ട് വന്ന സമയത്ത് ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്.